ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. ബേസിക് സയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ബേസിക് സയൻസ് നിങ്ങളിപ്പോൾ എഴുതിയ ഹാഫ് ഇയർലി എക്സാം, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ക്വസ്റ്റ്യൻസ് ആയിരിക്കും പറയുക, ശേഷമാണ് ആൻസർ കീ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നോക്കാം. ആദ്യം തന്നെ 1A, ഫസ്റ്റ് എ ആണ്. ഒബ്സർവ് ദ ഫ്ലവേഴ്സ് ഓഫ് മാംഗോ ആൻഡ് കാഷ്യൂ ട്രീസ്, കമ്പയർ ദ ഫ്ലവേഴ്സ് ആൻഡ് ദെയർ ഫ്രൂട്ട്സ്, റൈറ്റ് ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്യുക. മാംഗോ ട്രീയും കാഷ്യൂ ട്രീയും തമ്മിൽ എന്താണ് സിമിലാരിറ്റി, സാമ്യം എന്താണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ബി എന്താ, പിക്ചേഴ്സ് ഓഫ് ദ സിമ്പിൾ ഫ്രൂട്ട്സ് മാംഗോ ആൻഡ് ബിറ്റർ ഗാർഡ് ആർ ഗിവൺ ബിലോ. മാംഗോൻ്റെയും ബിറ്റർ ഗാർഡും തന്നിട്ടുണ്ട്, മാങ്ങയും കൈപ്പയ്ക്കും ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എന്ത് ചെയ്യണം നമ്മൾ, ഒബ്സർവ് ദം ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സീഡ്സ്. ഇത് ഒബ്സർവ് ചെയ്തിട്ട് ഇതിലെ സീഡുകൾ, വിത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, എന്തുകൊണ്ടെന്ന് എഴുതണം. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഈ സി ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എബൌട്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 1A, B, Cയുടെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. 1Aയുടെ ആൻസർ ആണ് പറയുന്നത്. 1A, both mango and cashew flowers appear in clusters. B question answer, the mango ovary has one ovule while the bitter gourd ovary has many ovules. Option C ആണ് correct. Cയുടെ ആൻസർ ഓപ്ഷൻ 3 is correct. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ചൂസ് ദ കറക്റ്റ്, രണ്ടാമത്തെയാണ് കേട്ടോ. ഇനി ദിസ് ക്വസ്റ്റ്യൻ ഹാസ് 2 parts, 2A and 2B. നമുക്ക് 2A അല്ലെങ്കിൽ 2B എഴുതിയാൽ മതിയാകും. നമുക്ക് ആദ്യം തന്നെ സബ്സ്റ്റൻസസ് മാച്ച് ദി ഫോളോയിങ് ആണ്. ഐസ്, വാട്ടർ, വേപ്പർ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാച്ച് ചെയ്യുക എന്ന്. 2Aയുടെ ആൻസർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1B ആയിട്ട്, 2C ആയിട്ട്, 3A ആയിട്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി നോക്കാം. ഇതാട്ടോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1B, 2C, 3A. ഓക്കെ, ഇതാണ് കറക്റ്റ് കേട്ടോ, ഓപ്ഷൻ സി. അടുത്തത് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദർ ഷേപ്സ് ഓഫ് ഐസ് ആൻഡ് വാട്ടർ. അപ്പോൾ ബിയുടെ ആൻസർ ആണ് പറയുന്നത്. The water molecules are far apart, so water has no fixed shape. In ice, molecules are close together, so ice has a fixed shape. ഇനി സിയുടെ ആൻസർ ആണ്. 2Cയുടെ ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻ അപ്പുറത്തെ പേജിലാണ് കേട്ടോ. അപ്പുറത്തെ സ്ലൈഡിലായതുകൊണ്ട് എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ്. അപ്പോൾ 2Aയുടെ ആൻസർ, 2Bയുടെ ആൻസർ, 2Cയുടെ ആൻസർ. Air is a mixture because it contains various components like nitrogen, oxygen and carbon dioxide. Carbon dioxide is a pure substance because it contains only one type of molecule. അപ്പോൾ 2A,B,Cയുടെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കണ്ടില്ല എന്ന് പറയരുത്. ഇതുവരെയുള്ളതിൻ്റെ ആൻസറാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഓർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2B. ഇവിടെ കുറച്ച് ഇൻസ്റ്റൻസസ് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാ, 2Bയിലെ എയുടെ ആൻസർ നോക്കാം. സെപ്പറേറ്റിംഗ് ഷാഫ് ഫ്രം റൈസ്, ലെമൺ സീഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ലൈം ജ്യൂസ്, ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്, സെപ്പറേറ്റിംഗ് ബംഗാൾ ഗ്രാം ഫ്രം റൈസ്. Which properties of components are used in each situation to separate them? Bയുടെ ആൻസർ. B question, how do you separate the components from a mixture of salt and sand? C question, which of the following is a reason why stones can be separated from jaggery? അപ്പോൾ A, B, C നമുക്ക് ആൻസർ നോക്കാം. 2Bയുടെ ABC കേട്ടോ, 2Bയുടെ ABC. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. നമുക്ക് ആദ്യത്തെ ഡിഫറൻസ് ഇൻ വെയിറ്റ് ഡെൻസിറ്റി, വിന്നോവിങ്, ഹാൻഡ് പിക്കിംഗ് എന്നാണ് നമ്മളതിനെ പറയുക. അടുത്ത ബിയുടെ ആൻസർ വരുന്നത് ഫിൽട്രേഷൻ ഓർ സ്ട്രെയിനിങ്. നിങ്ങൾക്ക് 1 വേർഡിലാണ് എഴുതേണ്ടതെങ്കിൽ ഈ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെയിനിങ് മാത്രം മതി. എക്സ്പ്ലെയിൻ ചെയ്ത് ഇതും എഴുതാം കേട്ടോ. ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡിന് സെൻട്രിഫിക്കേഷൻ എന്നാണ് പറയുക. ബംഗാൾ ഗ്രാം ഫ്രം ഐസ് ആണെങ്കിൽ റൈസ്, പിക്കിംഗ്, ഹാൻഡ് പിക്കിംഗ്, കൈകൊണ്ട് എടുത്ത് കളയാം അല്ലെങ്കിൽ സീവിങ് ചെയ്യാം കേട്ടോ, അരിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അതിൽ ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഹൗ ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഫ്രം എ മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് സാൻഡ്. ആദ്യം ഡിസോൾവിങ് ദ സോൾട്ട് ആണ്. ആഡ് വാട്ടർ ടു ദ മിക്സ്ചർ ആൻഡ് സ്റ്റിർ വെൽ. ദ സോൾട്ട് വിൽ ഡിസോൾവ് ഇൻ ദ വാട്ടർ വൈൽ ദ സാൻഡ് വിൽ നോട്ട്. ഇനി ഫിൽട്രേഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട്
Filter the mixture using a filter paper or cloth. The sand will be left as residue on the filter and the salt solution will pass through as the filtrate. In evaporation, heat the salt solution to evaporate the water. The water vapor escapes, leaving the solid salt behind. Reason why stones can be separated from jaggery: difference in size. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3A ആൻസർ ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എ നട്ട്മഗ് ട്രീ ഡസ് നോട്ട് ബിയർ ഫ്രൂട്ട്സ് ഇഫ് ഇറ്റ് ഈസ് ഓൺലി വൺ. റൈറ്റ് ദ റീസൺ. Nutmeg trees are typically dioecious, meaning individual trees bear either male or female flowers. A single tree cannot self-pollinate and requires a tree of the opposite sex nearby for pollination and fruit production. ഈ ഓപ്പോസിറ്റ് വേണ്ട, എയ്തർ മെയിൽ ഓർ ഫീമെയിൽ മതി കേട്ടോ. മെയിൽ ട്രീ ഓർ ഫീമെയിൽ ട്രീ കേട്ടോ, എയ്തർ മെയിൽ ഓർ ഫീമെയിൽ ട്രീ. ഓക്കെ, ഇങ്ങനെ മാറ്റുക കേട്ടോ ഇതിനെ. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. ഫ്ലവർ, pollinating agent, characteristic. Flower, paddy, winter, then small inconspicuous flowers. ഇതാണ് ആൻസർ. ABC ആണ്, നോക്കുക. ഐസോറ, ഹണി, ബ്രൈറ്റ്ലി കളേർഡ് ഫ്ലവേഴ്സ് ആണ്. ജാസ്മിൻ, ഡി, മോത്ത്, വൈറ്റ് ആൻഡ് ഫ്രാഗ്രന്റ് ഫ്ലവർ. ആ ബോക്സ് ഫില്ല് ചെയ്യാനാണ് ബി വരുന്നത്. ദെൻ സി ആണെങ്കിൽ നമ്മുടെ സിയുടെ ആൻസർ എന്താ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് ആണ്. അപ്പോൾ 3 സിയുടെ ആൻസർ ആണ് കേട്ടോ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ്. ഇനി ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 3B. റൈറ്റ് ദ ലേബൽ പാർട്സ് ഓഫ് ദ ഫ്ലവർ ആണ്. ഈ ലേബൽ ചെയ്യണത് സ്റ്റിഗ്മ, ഓവുല ആൻഡ് തലാമസ് ആണ് കറക്റ്റ് കേട്ടോ. സ്റ്റിഗ്മ, ഓവുല ആൻഡ് തലാമസ്. 3Bയിലെ ബി ക്വസ്റ്റ്യൻ ആൻസർ നമുക്കത് റീഅറേഞ്ച് ചെയ്ത് ഓർഡറിൽ എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനത് ഓർഡറിൽ വായിക്കാം ഏതൊക്കെ വരുന്നുള്ളത്. ഒന്നാമത്തെ പോളൻ ഗ്രെയിൻസ് ഫോൾ ഓൺ സ്റ്റിഗ്മയാണ് 1. 2 പോളൻ ഗ്രെയിൻസ് ഗ്രോ ഡൗൺ ത്രൂ സ്റ്റൈൽ ഇൻ ദ ഫോം ഓഫ് ദ ട്യൂബ് 2. 3 വരുന്നത് പോളൻ ഗാമേറ്റ്സ് റീച്ചസ് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ് 3. 4 മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു ഫോം സൈഗോട്ട് 4. ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഓർഡറിൽ തന്നെ എഴുതുക കേട്ടോ. 1 2 3 4. ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനിൽ എ വരുന്നത് യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് മേക്ക് എ ടോയ് ഓഫ് എ ഫിഷ് മൂവിങ് ടുവേർഡ്സ് ഹുക്ക് ആണ്. ദ മാഗ്നറ്റ് ആൻഡ് ദ ഹുക്ക് ആർ അവൈലബിൾ. വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡഡ്? റൈറ്റ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് നമ്മൾ എഴുതണം. 4A. ദെൻ 4B നമുക്ക് തന്നിരിക്കുന്ന മാഗ്നറ്റിൻ്റെ പിക്ചറാണ്. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു ദ മാഗ്നറ്റ് അട്രാക്ട്? ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു ദ മാഗ്നറ്റ് റിപ്പൽ? വൈ? അട്രാക്ട് ചെയ്യുന്ന സിറ്റുവേഷനും റിപ്പൽ ചെയ്യുന്ന സിറ്റുവേഷനും എഴുതണം, എന്തുകൊണ്ടെന്നും എഴുതണം. ഇനി 5A വരുന്നത് എ ഫ്രണ്ട് ഹു ഫെൽ വൈൽ പ്ലേയിങ് ഫീൽസ് പെയിൻ ആൻഡ് ഡിഫിക്കൽട്ടി ടു മൂവ് ഹിസ് ഹാൻഡ്. ദ ചൈൽഡ് ഷുഡ് ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ വിതൗട്ട് മൂവിങ് ദിസ് ഹാൻഡ്. വാട്ട് ഫസ്റ്റ് എയ്ഡ് വുഡ് യു ഗിവ്? റൈറ്റ് ഡൗൺ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ്. അപ്പം 4Aയുടെ ആൻസർ ആണ്. ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽസ് വേണ്ടത് ഫിഷിംഗ് ലൈൻ, ത്രെഡ്, പേപ്പർ, കാർഡ്ബോർഡ്, പേപ്പർ ക്ലിപ്സ്, സ്മോൾ മെറ്റൽ ഒബ്ജക്റ്റ് വേണം. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ: കട്ട് ഔട്ട് എ ഫിഷ് ഷേപ്പ് ഫ്രം പേപ്പർ ഓർ കാർഡ്ബോർഡ്. അറ്റാച്ച് എ സ്മോൾ മെറ്റൽ ഒബ്ജക്റ്റ് സച്ച് as a paper clip to the fish mouth or body. Tie a fishing line or thread to the hook. Hold the magnet with the hook above the paper fish. The magnetic force will attract the metal object, making the fish move towards the hook. 4Bയുടെ മാഗ്നറ്റിക് അറേഞ്ച്മെന്റ് ആണ്. പിക്ചർ 2ലും 4ലുള്ളത് അട്രാക്ഷനും 1ലും 3ലുള്ളത് റിപ്പൾഷനുമാണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ അട്രാക്ഷൻ എന്താണ്? നോക്യൂസ് വെൻ ഓപ്പോസിറ്റ് പോൾസ് ഫേസ് ഈച്ച് അതർ. നോർത്ത് സൗത്ത്, സൗത്ത് നോർത്ത് വരുന്ന അട്രാക്ഷനാണ്. അതിൽ നമുക്ക് സിറ്റുവേഷൻ 1 നോർത്ത് ആണ് റിപ്പൾഷൻ. സിറ്റുവേഷൻ 2 നോർത്ത് സൗത്ത് ആണ് അട്രാക്ഷൻ. സിറ്റുവേഷൻ 3 സൗത്ത് ഫേസസ് സൗത്ത് റിപ്പൾഷൻ. സിറ്റുവേഷൻ 4 നോർത്ത് ഫേസസ് സൗത്ത് അട്രാക്ഷൻ. ഇനി 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് നമുക്ക് റിക്വയർഡ് മെറ്റീരിയൽസ് സ്പ്ലിൻറ്റ് വേണം. സ്പ്ലിൻറ്റ് ഒരു പീസ് ഓഫ് വുഡ് അല്ലെങ്കിൽ റോൾഡ് ന്യൂസ് പേപ്പർ എന്താണെങ്കിലും. പിന്നെ പാഡിങ് വേണം, ക്ലോത്തോ കോട്ടറോ, പിന്നെ ബാൻഡേജ് അല്ലെങ്കിൽ ക്ലോത്ത് സ്ട്രിപ്സ് വേണം. പ്രൊസീജിയർ ഓഫ് ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള പ്രൊസീജിയർ: ഡു നോട്ട് മൂവ് ദ ഇൻജേർഡ് ഹാൻഡ്. ഇമ്മൊബിലൈസ് ദ ഏരിയ ബൈ അപ്ലൈയിങ് എ സ്പ്ലിൻറ്റ് ദാറ്റ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ജോയിൻറ്റ്സ് എബവ് ആൻഡ് ബിലോ ദി ഇഞ്ചുറി. പാഡ് ദ സ്പ്ലിൻറ്റ് വിത്ത് സോഫ്റ്റ് മെറ്റീരിയൽ ടു എൻഷുർ കംഫർട്ട് ആൻഡ് പ്രിവെൻറ്റ് പ്രഷർ പോയിൻറ്റ്സ്. Secure the splint firmly but not too tightly using bandages or cloth strips. Seek immediate medical attention at a hospital.
ഇനി അതിൽ തന്നെ നമുക്കൊരു ബി ക്വസ്റ്റ്യനും കൂടി വരുന്നുണ്ട് കേട്ടോ. 5ന്റെ ബി ആണ് ഇത്. അത് പറഞ്ഞിട്ടില്ല, അത് പറയാം. 5Bയുടെ ആൻസർ പറയാം. 5B കേട്ടോ. ഇൻ ആൻ അവയർനെസ് ക്ലാസ് കണ്ടക്ടഡ് ബൈ ഹെൽത്ത് ക്ലബ് ദ ഡോക്ടർ സജസ്റ്റഡ് ടു ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ്, എഗ്സ് ആൻഡ് മിൽക്സ് ഇൻ ഡയറ്റ് ഫോർ ബോൺ ഹെൽത്ത്. വാട്ട് കുഡ് ബി ദ റീസൺ? അതിൻ്റെ ആൻസർ ആണ് 5Bയുടെ ആൻസർ. റീസൺ ഫോർ ഇൻക്ലൂഡിംഗ് ലീഫി വെജിറ്റബിൾ, എഗ്സ് ആൻഡ് മിൽക്ക് എന്താ? ലീഫി വെജിറ്റബിൾസ്, എഗ്സ് ആൻഡ് മിൽക്ക് ആർ റിച്ച് ഇൻ കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി വിച്ച് ആർ എസെൻഷ്യൽ ഫോർ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസ്. 5B കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറും അതിൽ വരുന്ന സബ് ക്വസ്റ്റ്യൻ എ ആണോ ബി ആണോ എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക എഴുതുമ്പോൾ. അപ്പോൾ ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നിങ്ങൾ പല ആൻസേഴ്സും ചിലപ്പോൾ കാണാതെ പോകും. അപ്പോൾ ശ്രദ്ധിച്ച് പൗസ് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. ഇനി 6ാമത്തെ ആൻസർ ആണ് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ ആണ്. ഇത് ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. റൈറ്റ് ദ പാർട്സ് ദാറ്റ് ആർ കോമൺ ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കോമൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാതെ റൈബോസോം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ സെൽ മെംബ്രെയിൻ ഉണ്ട്, വാക്യൂൾ ഉണ്ട്, സൈറ്റോപ്ലാസം. ഇത്രയും ആൾക്കാർ കോമൺ ആണ് കേട്ടോ. ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, റൈബോസോം, വാക്യൂൾ. ഇത്രയും ആൾക്കാരുടെ പേരിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് എ ക്വസ്റ്റ്യനിൽ 1 വിച്ച് സെൽ ഓർഗനൽ ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്? റൈബോസോം. 2 വിച്ച് പാർട്ട് ഓഫ് ദ സെൽ കൺട്രോൾസ് ദ ഫങ്ഷൻസ് ഓഫ് ദ സെൽ? ന്യൂക്ലിയസ്. 4 സി ക്വസ്റ്റ്യൻ 4 സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൺ ബിലോ വിച്ച് ഓഫ് ദം ഇസ് കറക്റ്റ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 and 4 ആർ കറക്റ്റ് ആണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് 1ഉം ഈ 4ഉം കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് 1 and 4 ആർ കറക്റ്റ്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ. തുടർന്നും എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.